റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഇപ്പോൾ പരസ്യമായിട്ടൊരു പൊസിഷൻ എടുത്തിട്ടില്ലെങ്കിലും രണ്ട് രാജ്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇറാനെ സഹായിക്കുന്നുണ്ട്. ഇതുവരെ ഇസ്രായേലിന് അങ്ങനെ ഒരു യുദ്ധത്തിൽ വലിയ പരിക്ക് പറ്റാത്തൊരു രാജ്യമാണ്. അതെ, ഇതുവരെ ഉണ്ടായിരുന്ന 67 യുദ്ധം മുതൽ അവർ വിജയിച്ച് നിൽക്കുന്ന യുദ്ധങ്ങളായിരുന്നു. ജനങ്ങൾക്ക് അങ്ങനെ പരിക്ക് പറ്റിയിരുന്നില്ല, സ്ഥാപനങ്ങൾ താർന്നിട്ടില്ല, അവർക്കൊരു എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ള തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ശ്രീലങ്ക ഇന്ത്യക്കാൾ വളരെ ചെറിയ രാജ്യമല്ലേ, പക്ഷേ ശ്രീലങ്ക എടുത്ത നിലപാട് വളരെ മാന്യമായ. ശ്രീലങ്കയിൽ ഒരു ഇടതുപക്ഷ സർക്കാരാണ്. പിതൃഭൂമി എന്നുള്ള വാക്കാണ് അത് ഉപയോഗിച്ചത്. ഇന്ത്യക്കാരുടെ പിതൃഭൂമിയാണ് ഇസ്രായേൽ. മുമ്പാരും പ്രയോഗിക്കാത്തൊരു ഒരു സംഗതിയാണത്. അപ്പോൾ ഈ ഇന്ത്യക്കാരുടെ ഇന്ത്യക്ക് ഒരു അച്ഛനുണ്ടായി. ഇതുവരെ മാതൃഭൂമിയാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ മാതൃഭൂമിയല്ല. ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം 10 ദിവസം പിന്നിടുകയാണ്. രണ്ടാമത്തെ ആഴ്ചയിൽ ലോകം കാണുന്നത് യുദ്ധത്തിൻ്റെ ഗതിയിൽ വളരെ കൃത്യമായിട്ടുള്ള ചില മാറ്റങ്ങളാണ്. ഇറാൻ അതിശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് ഇവിടെ ഞങ്ങൾ പിടിച്ചു നിൽക്കും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇത് സംസാരിക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ട അവരുടെ പരമോന്നത നേതാവിന് പകരം അദ്ദേഹത്തിൻ്റെ മകൻ പുതിയ നേതാവായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. ഒരു കാരണവശാലും തങ്ങൾ മുട്ടുമടക്കുകയില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എന്താണ് ഈ യുദ്ധത്തിൻ്റെ അവസ്ഥ? എങ്ങോട്ടാണ് പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം പോകുന്നത്? ലോകം തന്നെ എങ്ങോട്ടാണ് പോകുന്നത്? തുടങ്ങിയ വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ എന്നോടൊപ്പം ഉള്ളത് KS ഹരിഹരൻ, പ്രശസ്ത ചിന്തകൻ, എഴുത്തുകാരൻ. ഹരിഹരൻ, പ്രധാനപ്പെട്ട പ്രശ്നം ഈ യുദ്ധം നമ്മൾ വിചാരിച്ച തരത്തിൽ, അല്ലെങ്കിൽ ലോകം പ്രതീക്ഷിച്ച തരത്തിൽ, അമേരിക്ക വിചാരിച്ച തരത്തിലുള്ള ഒരു രൂപത്തിലല്ല പോകുന്നത്. അമേരിക്കയുടെ പരമശക്തി, എല്ലാവിധ ശക്തിയും ഉപയോഗിച്ചിട്ടും അഞ്ഞടിച്ചിട്ടും ഇസ്രായേൽ പരമാവധി ശ്രമിച്ചിട്ടും യുദ്ധം വ്യാപിക്കുകയല്ലാതെ ഇറാൻ്റെ മേൽ ഒരു തരത്തിലുള്ള ഒരു ആഘാതം ഉണ്ടാക്കുന്നത് ഇത് വിജയിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ ജനങ്ങളോട് നിങ്ങൾ തെരുവിലിറങ്ങണം, നിങ്ങൾ തെരുവിലിറങ്ങി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. പക്ഷെ തെരുവിൽ ഒരാൾ പോലും ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, ഇറാനിയൻ റവല്യൂഷണറി ഗവൺമെൻറ് അവർ എല്ലാ ഭീഷണികളെയും തൃണവൽഗണിച്ചുകൊണ്ട് പുതിയ മുസ്തഫ, അദ്ദേഹത്തിൻ്റെ പേര് മുസ്തഫ, അദ്ദേഹം പുതിയ നേതാവായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. എന്തു വന്നു കഴിഞ്ഞാലും ഈ യുദ്ധത്തിൽ തങ്ങൾ പിന്നോട്ടില്ല എന്നവർ പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് ഇറാൻ്റെ ഈ ആത്മവിശ്വാസത്തിന് കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് NPC പറഞ്ഞ പോലെ നേരത്തെ 2-3 ദിവസം കൊണ്ട് അവസാനിക്കും എന്ന് അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചൊരു യുദ്ധമാണ്. 10 ദിവസം പിന്നിട്ടു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാൻ നടത്തിയ പ്രത്യാക്രമണമാണ്. ഇസ്രായേലിൻ്റെ എല്ലാവിധ സുരക്ഷിത കവചങ്ങളെയും തകർത്തിട്ടാണ് ടെല്ലവീവിലും ബെൻഗൂറിയൻ വിമാനത്താവളത്തിലൊക്കെ ഇറാൻ്റെ മിസൈലുകൾ വന്നത്. ഇപ്പോഴവർ പ്രഖ്യാപിക്കുന്നത് ഇത് ഞങ്ങളുടെ പഴയ ആയുധങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പുതിയ തലമുറയിൽപ്പെട്ട ആയുധങ്ങൾ വരാൻ പോകുന്നേ ഉള്ളൂ എന്നാണ്. എത്ര കാലം വേണമെങ്കിലും യുദ്ധം ചെയ്ത് നിൽക്കും എന്നൊരു ആത്മവിശ്വാസം പുറലോകത്തിന് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പശ്ചിമേഷ്യയിലെ ആരാണ് ഏറ്റവും വലിയ ആയുധശേഷിയുള്ളവർ, ഏറ്റവും വലിയ ഡോമിനൻസ് ഉള്ള രാഷ്ട്രം ഏതാണ്? അത് ഇസ്രായേലാണെന്നായിരുന്നു ഒരു സങ്കല്പം. ഇസ്രായേലിന് ചുറ്റും അമേരിക്കയുടെ ഒരു രക്ഷാകവചമുണ്ട്. പശ്ചിമേഷ്യയിലെ ഇറാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളും അമേരിക്കയുടെ ഒരു കീഴിലാണ്. അവർക്ക് സൈനിക താവളങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ദുർബലപ്പെട്ടു, അവർക്ക് ആ നിലയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ബുദ്ധിയായി. അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യയിലെ തങ്ങളുടെ സഖ്യരാഷ്ട്രങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാൻ്റെ ഒരു മേൽക്കോയ്മ, നിർണായകമായൊരു സ്ഥാനത്തേക്ക് അവർ പശ്ചിമേഷ്യയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഒരു വെല്ലുവിളിച്ച് തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയായിട്ട് ഇറാൻ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അതിൽ ഏറ്റവും ഒരു സൈക്കോളജിക്കൽ വാറാണ് ഇതിനകത്ത് ആദ്യം നടന്നത് എനിക്ക് തോന്നുന്നത്. ഒരു മനഃശാസ്ത്ര യുദ്ധം. അതിൽ ഇറാൻ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കീഴടക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിശക്തമായിട്ട് അമേരിക്കയുടെ എല്ലാ ക്യാമ്പുകളുടെ നേരെ അറ്റാക്ക് ചെയ്തു. UAE അവർ അറ്റാക്ക് ചെയ്തു, ബഹ്റൈനിൽ അവർ അറ്റാക്ക് ചെയ്തു, സൗദിയിൽ അവർ അറ്റാക്ക് ചെയ്തു,
ഖത്തറിൽ അവർ അറ്റാക്ക് ചെയ്തു. ഇങ്ങനെ എല്ലാ അമേരിക്കൻ ക്യാമ്പുകൾ, പൊതുവെ കുവൈത്തിൽ അറ്റാക്ക് ചെയ്തു. എവിടെയൊക്കെ അമേരിക്കയുടെ ക്യാമ്പുകളുണ്ട് അവിടത്തിനെയൊക്കെ നേരിട്ട് അറ്റാക്ക് ചെയ്തു. അതോടുകൂടി യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഈ അപ്രമാദിത്വം, ഞങ്ങൾ അതിശക്തരാണെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് തകർന്നു പോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയ്ക്ക് യഥാർത്ഥത്തിൽ അതിനെതിരായിട്ടൊന്നും ചെയ്യാൻ സെൽഫ് ഡിഫെൻസിന് അവർക്ക് പറ്റിയിട്ടില്ല. രണ്ടാമത്തെ ഒരു വലിയ വിഷയം എനിക്ക് തോന്നുന്നത്, ഈ യുദ്ധത്തിൽ അല്ല ഈ ആക്രമണത്തിൽ അമേരിക്ക പ്രതീക്ഷിച്ചിരുന്ന തരത്തിലുള്ള പിന്തുണ പാശ്ചാത്യ ശക്തികളിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്, ഈ നാറ്റോ ശക്തികൾ, പാശ്ചാത്യ ശക്തികൾ എല്ലാ യുദ്ധങ്ങളിലും അമേരിക്കയുടെ കൊടുന്നു. കൊസോവോയിൽ അവർ കൂടെ നിന്നിട്ടുണ്ട്. ഇറാഖിൻ്റെ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും മറ്റ് എല്ലാ രാജ്യക്കാരും അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അഫ്ഗാൻ യുദ്ധത്തിൽ അവർ കൂടെ നിന്നിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും അവർ നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും ഈ പാശ്ചാത്യ സഖ്യം നാറ്റോ പൂർണ്ണമായിട്ടും നിന്നിരുന്നു. പക്ഷേ ഇത്തവണ എന്താ സംഭവിച്ചത്? ഇത്തവണ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇറങ്ങാൻ ആദ്യം ബ്രിട്ടൻ അനുമതി പോലും കൊടുത്തില്ല. അതിൻ്റെ പേരിൽ അയാൾ വലിയ ബഹളം വെച്ച് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ചീത്ത അവർ വിളിച്ചു പറഞ്ഞു. അതേമാതിരി സ്പെയിനിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഇവരുമായിട്ട് യോജിക്കാൻ കഴിയില്ല, അമേരിക്കയുടെ നിലപാടിന് യോജിപ്പില്ല എന്ന് വളരെ പരസ്യമായിട്ട് പെഡ്രോ സാഞ്ചേസ്. അപ്പോൾ എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്, സ്പെയിനിലെ ജനങ്ങൾ വളരെ മഹാന്മാരാണ്, പക്ഷെ ഭരണകൂടം മോശമാണെന്ന്. പക്ഷെ അവർ ആ കാര്യത്തിലൊന്നും ഒരു തരത്തിലും അതിനോട് അത്തരം ഭീഷണികൾക്ക് മുട്ട് മടക്കിയിട്ടില്ല. അതേപോലെ തന്നെ വേറൊരു സംഗതി, റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ ഇപ്പോൾ പരസ്യമായിട്ടൊരു പൊസിഷൻ എടുത്തിട്ടില്ലെങ്കിലും രണ്ട് രാജ്യങ്ങളും വളരെ കൃത്യമായിട്ട് ഇറാനെ സഹായിക്കുന്നുണ്ട്. വളരെ കൂടുതൽ സഹായം, ഏറ്റവും കൂടുതൽ സഹായം റഷ്യയുടെ ഭാഗത്തു നിന്ന് അവർ കിട്ടുന്നുണ്ട്. കാരണം അമേരിക്കൻ സേനകൾ എവിടെയാണുള്ളത്, അമേരിക്കൻ സൈന്യത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്, അമേരിക്കൻ സൈന്യം എവിടെ നിന്ന് വരുന്നു, ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഇറാനിയൻ ഭരണകൂടത്തെ, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിനെ അവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അറ്റാക്കുകൾ, വളരെ ഫലപ്രദമായ അറ്റാക്കുകൾ നടക്കുന്നത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു രാഷ്ട്രീയമായിട്ടുള്ള പരാജയമായിട്ട് വിലയിരുത്തേണ്ടി വരില്ലേ? ഇന്നലെ ട്രംപ് പറഞ്ഞല്ലോ, ബ്രിട്ടീഷുകാർ ഞങ്ങൾ യുദ്ധം ജയിച്ചതിന് ശേഷം കൂടെ വരേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. യുദ്ധം ജയിച്ചോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഭീഷണി വന്നപ്പോഴും ബ്രിട്ടൻ കീഴടങ്ങിയാണ്. അവർ ആദ്യം ഇത് സംഭവിച്ചിരുന്നില്ല, അമേരിക്കൻ വിമാനങ്ങൾ സംഭവിച്ചിരുന്നില്ല. ഇപ്പൊ സംഭവിച്ചു. കാരണം ബ്രിട്ടന് അമേരിക്ക ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. വലിയ പ്രതിസന്ധി. പക്ഷെ അത് ഒരു സന്തോഷത്തോട് കൂടിയിട്ടുള്ള ഒരു പിന്തുണയായിട്ട് കാണാൻ കഴിയില്ല. റഷ്യയുടെയും ചൈനയുടെയും വടക്കൻ കൊറിയയുടെയും നിലപാട് യഥാർത്ഥത്തിൽ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെയും കൂടി ഒരു അവരുടെ സമീപനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ട്രംപിൻ്റെ ഒരു നെതന്യാഹുവിന് കീഴടങ്ങി ട്രംപ് നടത്തുന്ന അനാവശ്യമായ ഒരു അഭ്യാസമാണെന്നുള്ള തോന്നൽ പൊതുവിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയിൽ ഉൾപ്പെടെയുണ്ട്. അതാണ് ട്രംപിനെ വലിയ ഏതാണ്ട് 68% CNN ഒരു സർവേയുടെ റിസൾട്ട് ഞാൻ കഴിഞ്ഞ ദിവസം CNN കണ്ടു. ഏതാണ്ട് 70% അമേരിക്കൻ പബ്ലിക് ഒപ്പീനിയൻ യുദ്ധത്തിനെതിരാന്നാണ് അതിനകത്ത് കണ്ടത്. അതെ അതെ, ട്രംപ് വലിയ പ്രതിസന്ധിയിലാണ്. യഥാർത്ഥത്തിൽ ട്രംപിനാണ് ഇതിൻ്റെ ഭാരം മുഴുവൻ വഹിക്കേണ്ടി വരുന്നത്. നെതന്യാഹു വളരെ സമർത്ഥമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇസ്രയേലിൽ വീഴുന്ന മിസൈലുകൾ യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് പ്രതിസന്ധി ഉണ്ടാകും. കാരണം ഇതുവരെ ഇസ്രയേലിൽ അങ്ങനെ ഒരു യുദ്ധത്തിൽ വലിയ പരിക്ക് പറ്റാത്തൊരു രാജ്യമാണ്. അതെ, ഇതുവരെ ഉണ്ടായിരുന്ന 67 യുദ്ധം മുതൽ അവർ വിജയിച്ചു നിൽക്കുന്ന രാജ്യമാണ്. ജനങ്ങൾക്ക് അങ്ങനെ പരിക്ക് പറ്റിയിരുന്നില്ല, സ്ഥാപനങ്ങൾ താർന്നിട്ടില്ല, അവർക്കൊരു എന്തിനേയും പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ടെന്നുള്ള തോന്നലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവസാനിച്ചിട്ടുണ്ട്. മിസൈലുകൾ നന്നായിട്ട് അവിടെ വീഴുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇത് നിലനിൽപ്പിനുള്ള യുദ്ധമായതുകൊണ്ട് അവർ എല്ലാ നിലയ്ക്കും ഉള്ള തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അവരുടെ മാത്രമല്ല ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുന്നതിൽ ഇൻറ്റേർണലായിട്ടുള്ള ക്രൈസിസ് ഉണ്ടായിരുന്നു. അവിടെ വലിയ ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണമായിട്ടും അതെല്ലാം അടങ്ങി. എന്നുവെച്ചാൽ ഇറാനിയൻ ജനത ഈ യുദ്ധത്തിൽ നിലവിലുള്ള സർക്കാരിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കും എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പം കിട്ടുന്നത് എനിക്ക് തോന്നുന്നു. അതിലൊരു കാര്യം, ഖമനേയിനെ കൊന്നു എന്നുള്ളതാണ്. ഒരു രാഷ്ട്രത്തലവനെ അതിക്രമിച്ച് കയറി കൊന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അവരുടെ രാജ്യത്തുള്ള ഓരോ മനുഷ്യൻ്റെ, ഓരോ പൗരൻ്റെയും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം, ഈ യുദ്ധത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ, പിടിച്ചു നിൽക്കുന്നില്ലെങ്കിൽ ഇറാനില്ല. ഇറാൻ ഛിന്ന ഭിന്നമായി. അത് ഇറാനിയൻ ജനങ്ങൾക്കും അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഏത് സർക്കാരെ, ഇഷ്ടപ്പെട്ട സർക്കാരെ അല്ലെങ്കിലും രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇപ്പൊ റെസിസ്റ്റ് ചെയ്യാൻ മാത്രമേ മാർഗമുള്ളൂ. അതേ പറ്റുള്ളൂ. ആഭ്യന്തരമായ ഒരു ശൈഥില്യത്തിന് ഇപ്പോൾ സാധ്യതയില്ല അവിടെ.
ജനങ്ങൾ കുറെ കൂടി യോജിച്ച് നിൽക്കുകയാണ്. പുറമേ നിന്നുള്ളൊരു ശത്രു വരുമ്പോഴൊരു അഡ്വാൻറ്റേജ് ആണ് അത്. മുജിതബ കുറെ കൂടി കേന്ദ്രീകരിച്ചെടുക്കാൻ കുറെ കൂടി യങ് ആണ്. അത് ഏറ്റവും വളരെ അഗ്രസീവായിട്ട് കാര്യങ്ങളെ നേരിടാൻ, നേതൃത്വപരമായിട്ട് പങ്ക് വഹിക്കാനുള്ള ശേഷിയുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തെ പറ്റി വർണ്ണിക്കപ്പെടുന്നത്. ഇതിൽ ഒരുപക്ഷെ ഏറ്റവും നാണം കെട്ട ഒരു അവസ്ഥയിലേക്ക് പോയത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അത് ഇന്ത്യയുടെ അയൽവക്കത്ത് വെച്ചിട്ടാണല്ലോ അവരുടെ 65-70 നാവികരെ കൊന്നു കളഞ്ഞത്. ഏത് വിശാഖപട്ടണത്ത് വന്ന ആളുകളാണ്, ഇന്ത്യയുടെ പ്രസിഡന്റിന് സെല്യൂട്ട് അടിച്ച ആളുകളാണ്. ഈ ആളുകൾ പോകുന്ന വഴിക്ക് അവർ സത്യത്തിൽ ഇന്ന് പാർലമെന്റിൽ ജയശങ്കർ പറഞ്ഞ വാർത്ത, ഇന്ന് ഉച്ചക്ക് വാർത്ത വന്നിരുന്നു. അതിൽ പറഞ്ഞത് 3 കപ്പലുകൾ ഇന്ത്യയിൽ താൽക്കാലിക അഭയത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന അവർ വെടിവെച്ച് വീഴ്ത്തിയ, മിസൈൽ വെച്ച് എത്തിയ കപ്പൽ. വേറെ 2 കപ്പലുകൾ ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രമാണ് കൊച്ചി തുറമുഖത്ത് അടുത്തിട്ടുള്ളത് എന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, അതിൽ ചെറിയൊരു രാജ്യമായ ശ്രീലങ്ക പോലും മാന്യമായ നിലപാടെടുത്തു. ശ്രീലങ്ക ഇന്ത്യക്കാൾ വളരെ ചെറിയ രാജ്യമല്ലേ, പക്ഷേ ശ്രീലങ്ക എടുത്ത നിലപാട് വളരെ മാന്യമായ. ശ്രീലങ്കയിൽ ഒരു ഇടതുപക്ഷ സർക്കാരാണ്, അത് മനസ്സിലാക്കണം. അതെ. അല്ല, വലിയൊരു രാജ്യമായ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയാത്തത് ശ്രീലങ്ക ചെയ്തിരിക്കുന്നു. അതെ, ഇന്ത്യയിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധവും ഇതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഇന്ത്യയുടെ ഇമേജിനെ വല്ലാതെ ബാധിക്കും. കാരണം ഈ യുദ്ധത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും കോപ്പുകൂട്ട സമയത്ത്, അവർ ആയുധങ്ങൾ രാഗിമിനിക്കുന്ന സമയത്താണ്, ഏതാണ്ട് യുദ്ധം തുടങ്ങുന്ന 2 ദിവസം മുമ്പാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇസ്രായേലിലേക്ക് ആ സമയത്ത് പോകുന്നത്. ആ സമയം ഇസ്രായേൽ സന്ദർശിക്കാൻ പറ്റിയ സമയമല്ല എന്ന് അറിഞ്ഞിട്ട് അവിടെ പോയിട്ട് ഈ നെതാന്യാഹുമായിട്ട് പോയിട്ട് കൂട്ടുകെട്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു. ഈ ദീർഘമായിട്ടുള്ള ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തെക്കുറിച്ച് സംസാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് പോകും. അപ്പോൾ അറബ് ലോകത്ത് ഇന്ത്യയുടെ ഇമേജ് എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ, ഇസ്രായേലിൻ്റെ നെസറ്റിലെ പ്രസംഗത്തിൽ പറഞ്ഞത് പിതൃഭൂമി എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇന്ത്യക്കാരുടെ പിതൃഭൂമിയാണ് ഇസ്രായേൽ. മുമ്പാരും പ്രയോഗിക്കാത്തൊരു സംഗതിയാണത്. അപ്പോൾ ഈ ഇന്ത്യക്കാരുടെ ഒരു അച്ഛനുണ്ടായി, ഇതുവരെ മാതൃഭൂമിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ മാതൃഭൂമിയല്ല, പിതൃഭൂമി കൂടി വന്നിരിക്കുന്നത്. ഇസ്രായേലാണ് നമ്മുടെ പിതാക്കന്മാർ എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതൊക്കെ ആഗോളതലത്തിൽ തന്നെ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അതിൽ വേറെ ഒരു ഗൗരവമുള്ളൊരു വിഷയം എനിക്ക് തോന്നുന്നത് ഈ ചൈനയുടെ ഒരു പൊസിഷൻ വളരെ പ്രധാനമായിട്ട് തോന്നുന്നു. ഇപ്പം ഹിന്ദുവിൽ വന്നിരിക്കുന്ന ഒരു അനാലിസിസ് വളരെ കൃത്യമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്, ചൈന ഈ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട്, ഈ യുദ്ധത്തിൽ മാത്രമല്ല പശ്ചിമേഷ്യയിലെ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് ഇറാൻ. ഇറാനും ചൈനയും തമ്മിൽ വളരെ ദീർഘമായിട്ടുള്ള പലവിധ ബന്ധങ്ങളുണ്ട്, സാമ്പത്തികമായ ബന്ധങ്ങൾ, വാണിജ്യ ബന്ധങ്ങളുണ്ട്. അതേസമയത്ത് ചൈന ഇറാനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും വളരെ പരസ്യമായിട്ടുള്ള ഒരു നിലപാട് അവരെടുക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ അനാലിസിസ് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു സന്ദർശനം ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ് ബീജിങ്ങിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് വരുന്നതിന് മുമ്പ് ഒരു പരസ്യമായിട്ട് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അമേരിക്കയായിട്ടുള്ള ഇപ്പം തന്നെ വഷളായ ബന്ധങ്ങൾ കൂടുതൽ വഷളാവും. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക വികസനത്തിലാണ് അവർ ഊന്നൽ കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഒറ്റ കാരണം കൊണ്ട്, ഇപ്പം ട്രംപ് വരുന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രമാണ് ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ പരസ്യമായിട്ടൊരു പൊസിഷൻ അവരെടുക്കാത്തെന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളിൽ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് അഡ്വാൻറ്റേജസ് ആയിട്ടൊരു പൊസിഷൻ എടുക്കുന്നുണ്ട്. അതായത് ഈ യുദ്ധം അവിടെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു കാരണവശാലും ആരംഭിക്കാൻ പാടില്ലാത്തൊരു യുദ്ധം എന്നാണ് അവരുടെ ഫോറിൻ അഫയേഴ്സിൻ്റെ ചുമതലയുള്ള ഒഫീഷ്യൽ വക്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ 2 രാജ്യങ്ങളുടെയും അവകാശവാദങ്ങളെ ചൈന പൂർണ്ണമായും തള്ളിക്കളയുന്നു. പക്ഷെ പരസ്യമായിട്ട് നിലപാടെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ താൽക്കാലികമായിട്ടുള്ള ഒരു പ്രതിസന്ധി അവിടെ മുമ്പിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വളരെ തന്ത്രപരമായ നിലപാടാണ്. അല്ല, അതല്ലാതെ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അമേരിക്കയുമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വലിയ വാണിജ്യ യുദ്ധങ്ങളുണ്ട്. അമേരിക്കയുടെ സാധനങ്ങൾ ഇവർ കൊടുക്കില്ല, അവരുടെ സാധനങ്ങൾ എടുക്കുന്നില്ല, വലിയ ചുങ്കം, വ്യാപാര ചുങ്കം. അപ്പോൾ സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് ചൈന ഒരു വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ വൻതോതിൽ കയറ്റുമതിയിലൂടെ നിൽക്കുന്ന രാജ്യമാണ്. ആഗോള വാണിജ്യമാണ് അവരുടെ സാമ്പത്തിക വളർച്ച ഒരു പ്രധാനപ്പെട്ട അടിത്തറ. അപ്പം അത് സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു പൊസിഷൻ എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ പൊസിഷൻ എടുക്കുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് അവർ. എനിക്ക് തോന്നുന്നു അവസാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം,
ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ഈ ഹോർമുസ് ഈ കടലിടുക്ക് ആണ്. അത് ഇറാൻ ആണ് അതിൻ്റെ പ്രധാന നിയന്ത്രണക്കാർ. ഒരു 10-30 കിലോമീറ്ററിൻ്റെ വളരെ ചെറിയ കടൽ. ഇതിലൂടെയാണ് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ ബന്ധങ്ങൾ മുഴുവൻ നടക്കുന്നത് അതിലൂടെയാണ്. ഇപ്പോൾ എണ്ണയുടെ വരവിൻ്റെ, ഏഷ്യയിലേക്കുള്ള എണ്ണയുടെ വരവിൻ്റെ ഒരു വലിയ ഏതാണ്ട് 25-30% യഥാർത്ഥത്തിൽ അത് വഴിക്കാണ് വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കണക്കുകൾ, ഏറ്റവും അവസാനത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും 40% വരുന്നത് ആ കടലിടുക്ക് വഴിയാണ്. പക്ഷേ കഴിഞ്ഞ 5, 6, 7 ദിവസങ്ങളായിട്ട് ആ കടലിടുക്കിലൂടെ ടാങ്കറുകളുടെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് ഞങ്ങളുടെ കപ്പൽ അവിടെ പോയിട്ട് അവരെയൊക്കെ സഹായിക്കുന്നു. പക്ഷെ ആർക്കും ആ കപ്പൽ, ഒരാൾക്കും അമേരിക്കൻ സഹായത്തോടുകൂടി കപ്പൽ ഓടിക്കാൻ താല്പര്യമില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇക്കണോമിക്സാണ്. അതിന് ഇക്കണോമിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കപ്പൽ ആ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിക്കൊണ്ടുവരുമ്പോൾ നിങ്ങളിപ്പം ഒരു $100 നിങ്ങൾ ഇൻഷുറൻസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി അല്ല 12 ഇരട്ടി വരെ ഇൻഷുറൻസ് തുക നിങ്ങൾ കൊടുക്കണം. കാരണം വെച്ചാൽ കപ്പൽ അമേരിക്കയുടെ തോക്കുണ്ട്, കപ്പലുണ്ട് കാര്യമില്ല. ബോംബ് ഈ കപ്പലിന് വന്ന് വീണ് കഴിഞ്ഞാൽ തീർന്നു. അവരുടെ കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം അതിൻ്റെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സാണ് വഹിക്കേണ്ടത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് തുകയിൽ വരുന്നിരിക്കുന്ന ഈ അത്യന്തം മാരകമായിട്ടുള്ള ഈ വർധനവ് 10%, 10 ഇരട്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് കപ്പൽ ഓടിക്കാൻ കഴിയില്ല. കാരണം കപ്പൽ ഓടിക്കുക എന്ന് പറഞ്ഞാൽ കപ്പൽ ഇങ്ങ് കടന്നു വന്നാൽ പോലും അവർ കൊടുക്കേണ്ട ഈ കടത്തിൻ്റെ ചെലവ് അത് ഒരു നിലക്കും താങ്ങാനാവാത്ത. അതുകൊണ്ട് അമേരിക്കയുടെ സഹായമൊന്നും അവർക്ക് വേണ്ട, ഞാൻ കപ്പൽ അവിടെ നിർത്തിയിട്ടാണ്. ഇതാണ് അവസ്ഥ. അങ്ങനെ വരുമ്പോഴും ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കോണമികളായിട്ടുള്ള ജപ്പാൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതിനാണ്. ചൈന, ഇന്ത്യ, ഈ 3 രാജ്യങ്ങളും വലിയ പ്രതിസന്ധിയിലെത്തും. ഈ പ്രദേശങ്ങളിൽ അമേരിക്കയുടെ യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു ജനവികാരം ശക്തിയായിട്ട് ഉയർന്നു വരുന്നതിന് സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറയുള്ളൂ? തീർച്ചയായിട്ടും. കാരണം വിലക്കയറ്റം അടക്കമുള്ള വന്നു. ഗ്യാസിന് 60 റുപ്യ ഇന്നലെ കൂടിക്കഴിഞ്ഞു. അത് അങ്ങനെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന വിഷയമല്ല. മാത്രമല്ല, ഇറാൻ പറഞ്ഞത് വളരെ മിനിമം സമയം, ഒരു 6 മാസമെങ്കിലും ഞങ്ങൾക്ക് ഇനിയും യുദ്ധം ചെയ്ത് നിൽക്കാൻ കഴിയുന്നതാണ്. അവർ ഈ യുദ്ധത്തിന് വേണ്ടി എത്രയോ കാലങ്ങളായി ഒരുങ്ങി നിൽക്കുന്നവരാണ്. 6 മാസമൊക്കെ യുദ്ധം നീണ്ടു നിൽക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വലിയ പ്രതിസന്ധിയിൽ ഏഷ്യൻ രാജ്യങ്ങൾ പോകുന്നു. ഇന്ത്യയൊക്കെ വലിയ ദുരന്തത്തിലേക്ക് പോകും. ഈ കാണുന്ന അവസ്ഥയൊന്നും ആവില്ല അപ്പോഴുണ്ടാവും. പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങൾ, ഇപ്പോൾ ദുബായ് വളരെ വലിയൊരു ഇക്കണോമിക് സെൻറ്ററാണ്. അബുദാബി വലിയ മേജർ സെൻറ്ററാണ്. ദോഹ വളരെ മേജർ ഇക്കണോമിക് സെൻറ്ററാണ്. ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഇപ്പോൾ ബോംബ് വീണിരിക്കുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ സൈക്കോളജിക്കൽ വാറിൽ അവർ ജയിച്ചു. അതിനുശേഷമാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ഇനി ആ തരത്തെ ആക്രമണത്തിനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കില്ല. എനിക്ക് തോന്നുന്നത് അത് ക്ലിയർ ആയിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് തങ്ങളുടെ ലക്ഷ്യം, അതായത് നിങ്ങൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ അറ്റാക്കിന് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ആക്രമിക്കും എന്നൊരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. ഒരു വലിയ പരിധി വരെ ആ മെസ്സേജ് അറബ് രാജ്യങ്ങൾക്കിടയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒന്നുകിൽ അമേരിക്ക വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും, ഈ യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും അവർ വിഡ്രോ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഇറാനുമായിട്ട് ദീർഘമായിട്ടുള്ള, വിയറ്റ്നാമിലൊക്കെ കണ്ടമാതിരി, അല്ലെങ്കിൽ ഇറാഖിലും അഫ്ഗാനിലും കണ്ടമാതിരി വളരെ രക്തച്ചൊരിച്ചിലുള്ള ഭയാനകമായ ഒരു യുദ്ധത്തിലേക്ക് അമേരിക്ക പോകേണ്ടതായിട്ട് അതിനുള്ള ശേഷി അവർക്കുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം അങ്ങനെ അത്രയേറെ ഭടന്മാരെ പിന്നെ ജീവൻ നൽകാനുള്ള ശേഷി അമേരിക്കയ്ക്കില്ല. ഈ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ യുദ്ധത്തിന് വന്ന സമയത്ത് യുദ്ധത്തിൽ സർവ് ചെയ്യേണ്ട ഓടിപ്പോയി രക്ഷപ്പെട്ട കക്ഷിയാണ്. അങ്ങനെ ഒരുത്തരാണ് യുദ്ധത്തിന് വേണ്ടി അവിടെയുള്ള യുവാക്കളെ അയക്കുന്നത്. വേറൊരു കാര്യം കൂടിയുള്ളത്, എല്ലാ യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാരായാലും ഫ്രഞ്ചുകാരായാലും നാറ്റോ സേനകളെ അമേരിക്ക സഹായിച്ചിരുന്നു. കഴിഞ്ഞ അഫ്ഗാൻ യുദ്ധത്തിൽ ഏതാണ്ട് 500-600 ബ്രിട്ടീഷുകാർ അവിടെ പോയിട്ട് യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ട്. ഇയാൾ പറഞ്ഞു, അവരൊന്നും ഞങ്ങളെ സഹായിച്ചു, ഞങ്ങൾ ഒറ്റക്കാണ്. അത് ബ്രിട്ടന് വലിയ ഞെട്ടലുണ്ടാക്കിയ, അപമാനം ഉണ്ടാക്കിയ സംഗതിയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ട്രംപിനെ കുറിച്ച് നമ്മൾ എന്താ പറയുക? എന്ത് തരത്തിലുള്ളൊരു നയതന്ത്രജ്ഞനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത്? ഇല്ല, ട്രംപിൻ്റെ ഓഫീസിൽ വന്നിട്ട് പെന്തക്കോസ്ത് പാതിരിമാർ പ്രാർത്ഥിക്കുന്ന ഒരു ഫോട്ടോ വരെയുണ്ടായി. അത്ര മാനസികമായ അസ്വാസ്ഥ്യത്തിലാണ്
ട്രംപ് എന്നാണ് സൂചന. അയാളെ പറ്റി ഈ ജെഫ്രി സാക്സ് എന്ന് പറഞ്ഞിട്ട് വലിയ ലോകപ്രസിദ്ധ ഇക്കണോമിസ്റ്റ് ഉണ്ട്, അമേരിക്കയിലെ ഏറ്റവും ശക്തരായ ഇക്കണോമിസ്റ്റുകൾ. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചർച്ചയിൽ പറഞ്ഞത് ദാറ്റ് ഫെലോ ഈസ് ഡെല്യൂഷണൽ എന്നാണ്. വട്ടാണ്, ഏതോ മായാലോകത്ത് ജീവിക്കുന്ന ഒരാളാണ്. അമേരിക്കയിലെ പൊതു അഭിപ്രായമാണോ? അതെ, പക്ഷെ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ, ലോകം അറിയപ്പെടുന്ന ഈ ജെഫ്രി സാക്സിനെ പോലുള്ള പരസ്യമായിട്ട് ഈ ചങ്ങാതിക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് യുദ്ധത്തിന്റെ പരിഹാസ്യ കഥ. അമേരിക്കയും ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. ഇറാൻ അവരെ എക്സ്പോസ് ചെയ്യാൻ പറ്റി. എന്താണ് അമേരിക്ക എന്നുള്ള എക്സ്പോസ്? ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഒരുപാട് പരിക്കുകൾ അവർക്ക് പറ്റിയിട്ടുണ്ടാവും, ഒരുപാട് ആളുകളുടെ ആൾനാശം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ആൾനാശത്തെ ആത്മാഭിമാനം നിലനിർത്തുന്നതിൽ ഇറാൻ ഇതിനകം തന്നെ വിജയിച്ചു എന്നുള്ളൊരു വിലയിരുത്തലാണ് വേണ്ടത്. നന്ദി.